കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 41 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കേസിലെ 11ഉം 12ഉം പ്രതികൾ പോലീസ് ഡ്രൈവർമാരാണ്. പോലീസുകാർ ഇടപാടുകാരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു എന്ന കുറ്റപത്രം. കഴിഞ്ഞ ജൂണിൽ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണ് കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ്. നിലവിലിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളടക്കം? രോഹിണി, ഈ മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു. മലാപ്പറമ്പിലെ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊരു വിവരം ഈ പോലീസിന് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ സ്ത്രീകളെയും അതുപോലെ തന്നെ ഇടപാടുകാരെയും ഒക്കെ തന്നെ അന്വേഷണ സംഘം പിടികൂടുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഈ മലാപ്പറമ്പിലുള്ള സെക്സ് റാക്കറ്റ് കേന്ദ്രം, അതിന്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് 2 പോലീസുകാരാണ് എന്ന വിവരം പുറത്തു വരുന്നു. ഈ വിജിലൻസിലെയും സിറ്റി കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാരായിട്ടുള്ള ഷൈജിത്ത്, സന്നിത്ത് എന്നീ 2 പേരെയാണ് അന്ന് പോലീസ് പിടികൂടിയത്. ഇവരായിരുന്നു ഈ മലാപ്പറമ്പിലെ ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ എന്ന് കണ്ടെത്തുന്നു. ഇവരിപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരും തടവിലാണുള്ളത്. മാത്രമല്ല, ഈ കേസിൽ നിലവിൽ 8-ലധികം പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 41 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലെ 11-12 പ്രതികളാണ് ഈ പോലീസുകാർ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ ഒരു പോലീസുകാരാണെന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ 41 പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.